ലൈംഗികാതിക്രമം നടത്തിയെന്ന അതിജീവിതയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ചുമത്തിയ വകുപ്പുകളും ഓരോ വകുപ്പിലും ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളും ലഭിക്കാവുന്ന ശിക്ഷകളും പരിശോധിക്കും. 1. BNS 64-2F അധികാരത്തിലിരുന്നുള്ള ബലാത്സംഗം. 2. BNS 64-2H ഗർഭിണിയാകുമെന്ന അറിവോടെ ബലാത്സംഗം. 3. BNS 64-2M ആവർത്തിച്ചുള്ള ബലാത്സംഗം. 3 ജാമ്യമില്ലാ കുറ്റം, ജീവപര്യന്തം വരെ തടവു ശിക്ഷ. 4. BNS 89 നിർബന്ധിത ഗർഭചിത്രം, ജാമ്യമില്ലാ കുറ്റം, 10 വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാം. 5. BNS 316 വിശ്വാസവഞ്ചന, 5 വർഷം വരെ തടവും പിഴയും, ജാമ്യം ലഭിക്കാവുന്ന കുറ്റം. 6. BNS 351 ഭീഷണിപ്പെടുത്തൽ, 7 വർഷം വരെ തടവ്. 7. BNS 329 അതിക്രമിച്ചു കടക്കുക, 3 മാസം വരെ തടവും പിഴയും. 8. BNS 116 കഠിനമായ ദേഹോപദ്രവം, 7 വർഷം തടവും പിഴയും. 9. IT നിയമം 66E സ്വകാര്യതാ ലംഘനം, ജാമ്യം ലഭിക്കാവുന്ന കുറ്റം, 3 വർഷം വരെ തടവ് ശിക്ഷ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇനി പ്രതികരണങ്ങളിലേക്ക്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. പാർട്ടിയിൽ ഒരു വിഭാഗം നേതാക്കൾ രാഹുലിനെ പിന്തുണയ്ക്കുന്നു എന്നത് തെറ്റിദ്ധാരണയാണ്. പാർട്ടി സസ്പെൻഡ് ചെയ്ത ആൾ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നാണ് നിലപാടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കാര്യങ്ങൾക്ക് നിയമത്തിൻ്റെതായ വ്യവസ്ഥയുണ്ട്. നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിയമപരമായിട്ട് മുന്നോട്ട് പോകണം. നിയമപരമായി മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായിട്ടും നമ്മളെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. നിയമപരമായിട്ടുള്ള നടപടി രാജ്യത്ത് നിയമം നടപ്പിലുണ്ടല്ലോ. ആ നിയമം അനുസരിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് പരാതി വന്നാൽ എടുക്കുന്ന നിയമത്തിന്റെ വഴിയിൽ തന്നെ പോട്ടെ. ഈ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളാണ് രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നത്. അതൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യമില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി. പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഏറ്റവും കടുത്ത നടപടിയാണ്. പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യും. നിയമസഭ നടന്നപ്പോൾ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹം ഉണ്ടായി. അപ്പോൾ ഒരു ആരോപണം വന്ന ഒരാൾക്ക് എതിരെ എടുക്കാവുന്നതിന്റെ പരമാവധി കാര്യമാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തിരിക്കുന്നത്. സമാനമായ ആരോപണം മറ്റു പാർട്ടികളിൽ വന്നപ്പോൾ നിങ്ങൾക്കറിയാം, ഞാനതിന്റെ വിശദാംശങ്ങൾ കാണണ്ട. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞങ്ങൾ വളരെ ശക്തമായിട്ടുള്ള നടപടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേരളത്തിലെ രാഹുലിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ പാർട്ടി നടപടിയെടുത്തതാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പറയാനുള്ളതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിലൊന്നും പുതുമയില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് ഇതേ ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞതാണ്. ഒരു പുതുമയില്ല. രാഹുലിനെതിരെ ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും നിയമസഭാ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. Let the law takes its own action. രാഹുലിനെതിരായ കേസ് രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. CPM ഉണ്ടാക്കിയ കെണി എന്നാണ് അടൂർ പ്രകാശിന്റെ പ്രതികരണം. മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കെണിയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയ്യപ്പൻ്റെ സന്നിധിയിൽ നിന്നും മോഷണം നടത്തിയിട്ട് ആ മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നിരവധി നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ കിടക്കുന്ന അവസരത്തിൽ ഇതൊക്കെ ഒന്ന് വഴി മാറ്റി വിടുന്നതിന് വേണ്ടി ഒരു പുതിയ തന്ത്രം മെനഞ്ഞിരിക്കുകയാണ്. ആ തന്ത്രത്തിൽ ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വ്യക്തമായ അഭിപ്രായമുള്ളവരാണ്. ആ അഭിപ്രായങ്ങൾ ഞാൻ ഇന്നലെയും തുറന്നു പറഞ്ഞതാണ്. ആ വ്യക്തമായ അഭിപ്രായമുണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം കാണേണ്ടതായിട്ടുള്ളത്, എല്ലാ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലും കേസുകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ലക്ഷ്യമാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ 5 തവണ കോന്നിയിൽ മത്സരിക്കുന്ന അവസരത്തിലും പിന്നീട് 2 തവണ ഞാൻ ആറ്റിങ്ങിൽ മത്സരിക്കുന്ന അവസരത്തിലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേരിൽ നിരവധി കേസുകൾ ഉണ്ടാക്കിയെടുത്ത്, കള്ളക്കേസുകൾ ഉണ്ടാക്കിയെടുത്ത് അത് കെട്ടിച്ചമച്ച് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തിയവരാണ്.
ഞാനതുകൊണ്ടാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പല കാര്യങ്ങളും പറയുന്നത്. ഇന്നിപ്പോൾ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് ഉണ്ടായിട്ടുണ്ട്. അത് അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണം നടന്ന് അതിൻ്റെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണം. അതല്ലാതെ കണ്ട് ഇത് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് ശരിയായ ഒരു കാര്യമാണോ എന്ന് മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾ കൂടി അത് ചിന്തിക്കണം, ആലോചിക്കണം എന്ന് മാത്രമാണ് ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള ഇരകൾ എല്ലാ കാലഘട്ടങ്ങളിലും CPM-നെ സംബന്ധിച്ചിടത്തോളം ലഭ്യമാകുന്നുണ്ട്. നിങ്ങൾക്ക് പഴയ കാര്യങ്ങൾ ഓരോന്നോരോന്നായി എടുത്ത് നോക്കിയാൽ CPM-ന് കിട്ടിയിട്ടുള്ള ഇരകളെ സംബന്ധിച്ചും അവർ നടത്തിയിട്ടുള്ള പ്രചരണങ്ങളെ സംബന്ധിച്ചും ഒക്കെ നമ്മൾക്ക് ഏവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഇപ്പോൾ എവിടെ പോയി നിൽക്കുന്നു എന്നതിനെക്കുറിച്ചും കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും പുകമറ സൃഷ്ടിച്ച് അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പല പ്രവർത്തനങ്ങളും നടത്തുമ്പോഴും അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖം രക്ഷിക്കുവാൻ വേണ്ടി ഇപ്പോൾ അവരുടെ മുഖം രക്ഷിക്കുക എന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരുന്ന കൊള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവന്നതിൻ്റെ പ്രതികാരം എന്നുള്ള നിലയിൽ ആണ് ഇന്ന് മുമ്പോട്ട് പോകുന്നത്. അതിനു മുൻപേ രാഹുലിനെതിരെയുള്ള പരാതികൾ വന്നു തുടങ്ങി. 1-2 ആരോപണമല്ലല്ലോ, കുറേയേറെ ആരോപണങ്ങൾ കമ്മിറ്റിക്ക് മുമ്പിൽ തന്നെ വന്നിട്ടില്ലേ? അല്ല, ഞാനത് പറഞ്ഞല്ലോ. രാഹുലിന്റെ പേരിൽ അതിനു മുമ്പ് കേസുകൾ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് കേസ് എടുത്തില്ല? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ രാഹുലിനെതിരെ കേസെടുത്തത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ്. ആരോപണം വന്നിട്ട് നാളുകൾ ഏറെയായെന്നും എന്നാൽ ഇപ്പോൾ കേസെടുത്തത് സർക്കാരിന്റെ താല്പര്യത്തിലാണെന്നും തിരുവഞ്ചൂർ ആരോപിച്ചു. ആ സമയം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കണം എന്നുള്ള പ്ലാനോടുകൂടി അവരിങ്ങനെ കാത്തിരുന്ന് തെരഞ്ഞെടുപ്പിൻ്റെ പോളിങ്ങിൻ്റെ തൊട്ട് തലേ ആഴ്ചയിൽ അവർ ഈ കേസ് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനുള്ള പോംവഴി എന്താ? അവർ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിയമപരമായ വഴി, നിയമത്തിൻ്റെ വഴിയിൽ. കാരണം ഗവൺമെൻറ് ഒരു വഴി കാണിച്ചു കൊടുത്തു, എന്താ നിയമത്തിൻ്റെ വഴിക്ക് പോകണമെന്ന്. ആ വഴിയിൽ തന്നെയാണ് പോകുക. സ്വാഭാവികമായിട്ടത് നിഷേധിക്കാൻ ഒരു പൗരനും സാധ്യമല്ല. അത് ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്ന ഉറപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞുവെന്ന് രമേശ് ചെന്നിത്തല. ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും അത് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോകും. ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. ഇതേ സംബന്ധിച്ച് ആദ്യം മുതൽ ഞാനൊരു നിലപാടെടുത്ത ആളാണ്. അത് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. രാജി തീരുമാനിക്കേണ്ടത് പാർട്ടിയല്ല രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് കെ മുരളീധരൻ. കുറ്റാരോപിതനെ പാർട്ടി സംരക്ഷിക്കില്ല. പെട്ടെന്നൊരു കേസുമായി വന്നത് രാഷ്ട്രീയ ലക്ഷ്യം കണ്ടു തന്നെയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല. പാർട്ടി നേതാക്കളുമായിട്ട് വേദിയും പങ്കിടുന്നില്ല. ഇനി കുറെ കൂടെ സൂക്ഷ്മമായിട്ട് തന്നെ പാർട്ടി കാര്യം കൈകാര്യം ചെയ്യും. എങ്ങനെ? പാർട്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടാവും? അല്ല, അതൊക്കെ അദ്ദേഹത്തിന്റെ സംരക്ഷണം ഒരുക്കേണ്ട അദ്ദേഹം തന്നെയാണ്. പാർട്ടിക്ക് അതിൽ ഒരു ഉത്തരവാദിത്വമില്ല. അതിനെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത ഒരാൾ ഒളിവിലാണോ നേരിട്ടാണോ എന്നൊക്കെ ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. രാഹുലിനെതിരായ കേസിൽ അന്വേഷണം നടക്കട്ടെ എന്ന് VK ശ്രീകണ്ഠൻ MP. ആദ്യം സൃഷ്ടിച്ചത് പുകമറയാണ്. രാഹുലിനെതിരെ കോൺഗ്രസ് ശക്തമായ നടപടി സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് രാഹുൽ ഇറങ്ങിയത് വ്യക്തിപരമായ തീരുമാനമാണെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. ഇന്നലെയാണല്ലോ പരാതി കൊടുത്തത്. ആ പരാതി പോലീസ് സ്വീകരിച്ച് അതിൻ്റെതായ നടപടികളിലേക്ക് കടക്കട്ടെ. നിയമപരമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണ് പ്രതി, എന്താണ് വസ്തുത എന്നും വിശദമായി അന്വേഷണം നടക്കട്ടെ. അതിനെന്താ തടസ്സം? അന്വേഷണത്തിന് യാതൊരു തടസ്സമില്ലല്ലോ. ഒരു വ്യക്തി പരാതി കൊടുത്താൽ പോലീസിലോ കോടതിയിലോ പരാതി കൊടുത്താൽ ഇവിടെ ഒരു നിയമ വ്യവസ്ഥ ഉണ്ടല്ലോ. ആ നിയമവ്യവസ്ഥ പ്രകാരം അന്വേഷണം നടക്കട്ടെ. ഇതിനു മുമ്പ് ഇതൊന്നും ഇല്ലാതെയാണല്ലോ പുകമറ മുഴുവൻ സൃഷ്ടിച്ചത് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന്. ഇന്നലെയാണല്ലോ ഒരാൾ പരാതി തന്നിരിക്കുന്നത്. നിരവധി ചാറ്റുകളും അതുപോലെ തന്നെ ഫോൺ സംഭാഷണമൊക്കെ
ഇതിനു മുമ്പും കുറേ ദിവസം വന്നല്ലോ. എത്ര മാസമായി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്? ക്രൈംബ്രാഞ്ച് തന്നെ യാതൊരു തെളിവില്ല എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തു. പാലക്കാട്ട് ഔദ്യോഗികമായ ഒരു യോഗത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കെടുത്തിട്ടില്ല. ആഫ്റ്റർ സസ്പെൻഷന് ശേഷം ഔദ്യോഗികമായ ഒരു പരിപാടിയും പങ്കെടുത്തിട്ടില്ല. അയാൾ സ്വന്തമായ നിലയ്ക്ക് പ്രചരണം നടത്തുന്നതോ പിന്തുണയ്ക്കുന്നതോ അതൊക്കെ അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. രാഹുലിനെ അനുകൂലിക്കുന്നവരെ കോൺഗ്രസുകാരായി കാണാനാവില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. 1% പോലും ഇരയ്ക്കെതിരെ ശബ്ദിക്കാൻ പാടില്ല. ഇരയെ നിരന്തരം വെല്ലുവിളിച്ച് പരാതി നൽകുന്ന അവസ്ഥയാണ് ഉള്ളത്. രാഹുൽ വടി കൊടുത്ത് അടിവാങ്ങിയതാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ ആരോപണത്തിൽ അടിസ്ഥാനമുണ്ടെന്നും ആരോപണം വളരെ ഗൗരവമാണെന്നും കണ്ടുകൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചത്, അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടത്, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കി. അപ്പോൾ സമാനതകളില്ലാത്ത ഒരു തീരുമാനമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും പ്രതിപക്ഷ നേതാവും കൈക്കൊണ്ടത്. അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ഇരയെ ആക്രമിച്ച് ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ പ്രകോപിപ്പിച്ച് ആ ഇരയെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം രാഹുലിനല്ലാതെ മറ്റാർക്കുമില്ല. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉള്ളതിനേക്കാൾ ജനകീയ സ്വാധീനം തനിക്കാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ആണ് PR വർക്ക് നടത്തിയത്. അതിൻ്റെ ഫലമാണ് ഇപ്പം കിട്ടിയത്. ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തെ ആരൊക്കെയാണോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സഹായിച്ചത് അവരെല്ലാം അവരുടെ നിലപാടുകൾ മാറ്റി ചിന്തിക്കണം. കാരണം ഇത്തരം വ്യക്തികളെ ഒരിക്കലും ന്യായീകരിക്കാൻ ആരും തയ്യാറാകരുത്. പൊതുവെ ഒരു ചൊല്ലുണ്ടല്ലോ, നാറിയവനെ ചുമന്നാൽ ചുമന്നവരും നാറും.